ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ GGC വ്ളോഗ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഈ വീഡിയോയിൽ ക്രൈസാന്തമം അല്ലെങ്കിൽ ജമന്തി എന്ന് പറയുന്ന പ്ലാന്റിനെ കുറിച്ചിട്ടാണ്. അതിൻ്റെ പോട്ടിംഗ് മിക്സ്ചർ എങ്ങനെ തയ്യാറാക്കണം, അതുപോലെ തന്നെ അതിൻ്റെ വാട്ടർ എത്രത്തോളം വേണം, സൺലൈറ്റ് വേണം എന്നുള്ളതെല്ലാം ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഫസ്റ്റ് നമ്മളിതിൻ്റെ പോട്ടിംഗ് മിക്സ്ചർ തയ്യാറാക്കാൻ പോവുകയാണ്. ഈ പോട്ടിംഗ് മിക്സ്ചറിൽ ഞാൻ എടുത്തിട്ടുള്ളത് മണ്ണ്, മണൽ, അതുപോലെ തന്നെ ചാണകപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. വെള്ളം നന്നായി വാർന്നു പോകുന്ന മണ്ണായിരിക്കണം നിങ്ങൾ എടുക്കേണ്ടത്. ഒരു മിക്സ്ചർ പരുവത്തിലാക്കി കൊടുക്കുക നിങ്ങൾ. അതിനുശേഷം പോട്ടിലോട്ട് ഇത് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ് ജമന്തി ചെടി. ഈ ജമന്തി ചെടി മലപ്പുറം റോഡരികിൽ വെച്ച് വിൽക്കണ കണ്ടപ്പോൾ വാങ്ങിച്ചതാണ്. ഈ ഒരു പ്ലാന്റിന് 20 രൂപയാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇത് അവർ വേര് മാത്രമായിട്ട് വേരോടൊക്കെ അവർ തന്നത് കേട്ടോ. അപ്പം നിറയെ ഫ്ലവർ ഉണ്ട്, കുറേ ചെടികൾ അവിടെ ഉണ്ട്. റോസ്, അതുപോലെ തന്നെ മറ്റു കുറേ ചെടികൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ജമന്തി പണ്ട് മുതലേ ഇഷ്ടമാണ്. നല്ല ഭംഗിയുള്ള ചെടിയാണ് ജമന്തി എന്ന് പറയുന്നത്. സ്മെല്ലും നല്ല രസമാണ് കേട്ടോ കാണാൻ. അപ്പോൾ നന്നായി ഫില്ല് ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ, കാരണം നമുക്കിതിന് ഫെർട്ടിലൈസറൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നന്നായി പോട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനൊന്നും പറ്റില്ല. കുറച്ച് ഭാഗം നമ്മൾ ഒഴിച്ചു വിടുന്നുണ്ട്. ജസ്റ്റ് നമ്മൾ ചെടി നട്ടതിൻ്റെ താഴെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ വിരൽ കൊണ്ടൊന്ന് അമർത്തി കൊടുക്കുക. കാരണം അതിൻ്റെ വേരൊന്ന് അതിൽ അമർന്നിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പോഴൊക്കെ അത് ചെടി ഇളകാൻ ചാൻസ് ആണ്. അപ്പോൾ അതിന് വേരിനെ അത് ബാധിക്കും. ഇനി വാട്ടറിൻ്റെ കാര്യം, നന്നായി വെള്ളം വാർന്ന് കണ്ടോ, വെള്ളം ഒഴിച്ചപ്പോൾ തന്നെ അത് വാർന്നു പോയിട്ടുണ്ട്. നന്നായി വെള്ളം വാർന്നു പോകുന്ന മണ്ണെടുക്കുക. മണൽ നിങ്ങൾ എന്തായാലും യൂസ് ചെയ്യുക, ഇൻക്ലൂഡഡ് ആക്കുക അതിൽ. നിങ്ങളുടെ പോട്ടിൽ പ്ലാന്റ് വരണ്ട് നിൽക്കുകയാണെങ്കിൽ മാത്രം നിങ്ങൾ വെള്ളം യൂസ് ചെയ്താൽ മതി. ഒരുപാട് വെള്ളമൊന്നും യൂസ് ചെയ്യേണ്ട, കാരണം പെട്ടെന്ന് ചീഞ്ഞു പോകുന്ന ചെടിയാണ് ജമന്തി എന്ന് പറയുന്നത്. ഇനി സൺലൈറ്റിൻ്റെ കാര്യമാണ്. നിങ്ങൾ ഡയറക്റ്റ് വെയിൽ കിട്ടുന്നിടത്ത് ഇതിനെ കൊണ്ട് വെക്കാണ്ടിരിക്കുക. നട്ട ശേഷം കുറച്ച് തണലത്ത് വെച്ച് വളർത്താൻ നോക്കുക ജമന്തി ചെടിയെ. ഇതിന് കുറച്ച് സൂര്യപ്രകാശം മാത്രം ലഭിച്ചാൽ മതി. അതുപോലെ തന്നെ ഇപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. കൂടെ ആ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.